ടു ജീസസ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഏതൊരു വലിയ ഭീതിയുടെ പിന്നിലും ഒരു യുദ്ധത്തിൻ്റെയും ഒരു ബഹളത്തിൻ്റെയും ഒക്കെ പിന്നിൽ, അതൊരു ദേശത്തിൻ്റെ ആയിക്കോട്ടെ, ഒരു കുടുംബത്തിൻ്റെ ആയിക്കോട്ടെ, ഏതൊരു പ്രതികൂല സാഹചര്യം ഉളവാക്കുന്നതിൻ്റെ പിറകിൽ നമ്മൾ അന്വേഷിച്ചു പോയാൽ ഒരു നാവ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് പൊങ്ങിയ ഒരു വമ്പ് ആയിരിക്കും ഈ പ്രതികൂല സാഹചര്യങ്ങളെയും യുദ്ധങ്ങളെയും കൊടുമ്പിരി കൊള്ളുന്ന മാനസിക തകർച്ചകളെയും ചില ആത്മഹത്യകളെയും എല്ലാം കൊണ്ടെത്തിക്കുന്നത് ഒരു നാവാണ് എന്ന് നമുക്ക് വ്യക്തമാക്കുവാനായിട്ട് കഴിയും. വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ തിരുവചനം 3-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അവിടെ നാവിൻ്റെ ദുരുപയോഗം കാണുവാനായിട്ട് സാധിക്കും. ഒരു വലിയ കപ്പലിനെ മനുഷ്യൻ തൻ്റെ അനായാസം അതിനെ യഥാസ്ഥാനത്ത് വളയ്ക്കാനും തിരിക്കാനും എത്തിക്കാനും സാധിക്കും. മുകളിൽ കൂടി പോകുന്ന ഒരു വിമാനത്തെ അത് മനുഷ്യന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നിയന്ത്രിക്കാനാവും സാധിക്കും. എന്തിന്? അതിശക്തമായി ഓട്ടവിരുതുള്ള മൃഗമായ കുതിരയെ ഒരു മുഴം കടിഞ്ഞാണുകൊണ്ട് കയറുകൊണ്ട് അതിനെ മനുഷ്യന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നിർത്തുവാൻ മനുഷ്യന് സാധിക്കും. എന്നാൽ അവൻ്റെ അകത്ത് കിടക്കുന്ന നാവിനെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. അത് സമയത്തിന്റെ രഥചക്രം ഓടുന്നത് പോലെ അതിനെ നിയന്ത്രിക്കാനാകാത്ത വിധം പലരെയും മുറിവേൽപ്പിക്കും, പലരെയും വെട്ടും, പലരെയും നശിപ്പിച്ചു കളയും, പലതിനെയും തീ പിടിപ്പിക്കും, പലതിനെയും ഇല്ലായ്മ ചെയ്ത് തകർത്ത് കളഞ്ഞ കുടുംബങ്ങളെയും നാമാവിശേഷമാക്കുവാൻ അകത്ത് കിടക്കുന്ന ഒരു നാവിന് സാധിക്കും. എന്താണ് കാരണം? വെളിപ്പാട് 13-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ വമ്പു പറയുന്ന നാവ്, യാക്കോബ് ശ്ലീഹയിൽ നോക്കുമ്പോൾ വമ്പു പറയുന്ന നാവ് മുഖേന പലതിനെയും നഷ്ടപ്പെടുത്തി ജീവിതത്തെ തന്നെ ഇല്ലാതാക്കി തേജോവധം ചെയ്ത് നശിപ്പിക്കുവാൻ എത്ര വേണമെങ്കിലും ആത്മാവിനെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ ഒരു നാവിന് സാധിക്കും. നമുക്കറിയാം, ഒരു വടി കൊണ്ട് അടിച്ചാൽ അതിൻ്റെ വേദന അല്പസമയത്തേക്കേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിലേക്കേ ഉള്ളൂ. എന്നാൽ വാക്കുകൊണ്ട് ഒരു വ്യക്തിയെ വേദനിപ്പിച്ചാൽ അതിൻ്റെ വേദന നീണ്ടു വർഷങ്ങളോളം അല്ലെങ്കിൽ മരണത്തോളം ആ വേദന ഇങ്ങനെ കഠിനമായി നിൽക്കും. അതാണ് വമ്പു പറയുന്ന നാവിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് കൊടുക്കുന്ന സാത്താനാണ്. ഒരിക്കലും പരിശുദ്ധാത്മാവ് ഒരിക്കലും വമ്പു പറയാൻ നാവിനെ കൊടുക്കത്തില്ല. അപ്പോൾ ഒരുവന്റെ അകത്ത് നാവ് വമ്പു പറയുന്നുവെങ്കിൽ, വായ് പാപത്തെ ക്ഷണിച്ചു വരുത്തുന്നുവെങ്കിൽ അവന്റെ അകത്ത് പാപം ഇരിക്കുന്നു. ആ പാപം അവനെ കൊണ്ട് ശാഠ്യവും ഈർഷ്യയും വൈരാഗ്യവും കോപവും അവന്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ് അവൻ വമ്പു പറയുന്ന, കോപിക്കുന്ന, വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന നാവ്, സംസാരം അവരിൽ നിന്ന് പുറപ്പെടുന്നെന്ന് നമുക്ക് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയാം. അത് അങ്ങനെയുള്ള വ്യക്തി യഥാർത്ഥമായി സ്വയം വിഷം നിറച്ചിരിക്കുന്ന ഒരു ബോട്ടിൽ പോലെയാണ്. സ്വയം വിഷം നിറച്ചിരിക്കുന്ന ബോട്ടിൽ അത് തുറന്നാൽ പുറത്തു വരുന്നത് അതിഭയാനകമായ സ്മെല്ലും അത് മറ്റുള്ളവരെ കൊല്ലുന്ന തരത്തിലുള്ള ദ്രാവകവുമായിരിക്കും വിഷം നിറച്ചിരിക്കുന്ന കുപ്പി എന്ന് പറയുന്ന, ബോട്ടിൽ എന്ന് പറയുന്ന. അതിനെ സഭാപ്രസംഗി അതിൻ്റെ 5-ാമത്തെ അധ്യായം 6ഉം 7ഉം വചനത്തിലേക്ക് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം. എന്താണ് പറയുന്നത്? നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയെന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ചു നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? സ്വപ്നബഹത്വത്തിലും വാക്കു പെരുപ്പത്തിലും വ്യർത്ഥത ഉണ്ട്. നീയോ ദൈവത്തെ ഭയപ്പെടുക. ഇതാണ് പറയുന്നത്. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകരണമാകരുത്. അബദ്ധവശാൽ വന്നു പോയെന്ന് നീ ദൂതനോട് പറയരുത്. അപ്പൊ ഇതിന്റെ അകത്ത് വലിയൊരു കെണി ഒളിഞ്ഞിരിപ്പിക്കുന്നുണ്ട്. നിന്റെ വാക്ക് നിന്റെ ശരീരത്തിന് പാപമാകരുത്. ഇത് നീ അബദ്ധവശാലാണ് വന്നു പോയെന്ന് ദൂതന്റെ മുമ്പിൽ നീ പറയരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിക്കുന്ന പറയുന്നത്. അപ്പോൾ ഒരു ആത്മീയ മനുഷ്യൻ, ഒരു ആത്മീയ തലത്തിൽ നിൽക്കുന്ന മനുഷ്യൻ, അവൻ എങ്ങനെയാണോ, ഏത് ആത്മാവിലാണോ ഒരു ആത്മീയ തലത്തിലേക്ക് കയറി വരുന്നത്, അവൻ വളരെ പാപത്തിന്റെ അവസ്ഥയിലാണ് കയറി വരുന്നത്. അപ്പൊ അവൻ എന്താണ് അവന്റെ അകത്തുള്ള ആഗ്രഹം? എനിക്കൊരു നല്ല മനുഷ്യനാകണം, ഇനി എനിക്ക് ആത്മീയ തലത്തിൽ ജീവിക്കണം,
അത്യുന്നതനായ ദൈവത്തോടും വചനത്തോടും കൂടെ ഒന്നായി എഴുകിച്ചേർന്ന് ലോകത്തിനും ലോകജനത്തിന്റെ മുമ്പിൽ യേശുക്രിസ്തു ആരാണെന്ന് കാട്ടിക്കൊടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ വഴി നടത്തണം എന്നുള്ള ചിന്ത ഒരുവന്റെ അകത്ത് ഉടലെടുക്കുന്നത് വചനം കേൾക്കുമ്പോഴാണെന്ന് ഗലാത്യ ലേഖനം പറയുന്നു. അപ്പൊ ഈ ആത്മാവ് ഒരുവന്റെ അകത്ത് വരുമ്പോൾ അവൻ പഴയ മനുഷ്യനല്ല, പുതിയ മനുഷ്യനായി രൂപം കൊണ്ട് കഴിയുമ്പോൾ വീണ്ടും ഈ വമ്പ് പറയുന്ന നാവ് അവന്റെ അകത്തേക്ക് വരുന്നുവെങ്കിൽ അവൻ സഭയിൽ നിന്ന് പുറത്തുപോയി എന്നറിയുന്നു. അവനിൽ നിന്ന് ആത്മാവ് പുറത്തുപോയി. ഇപ്പൊ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അവൻ എങ്ങനെയാണോ കയറി വന്നത് അത് പുറത്തുപോയി. അതുകൊണ്ടാണ് പറയുന്നത്, അബദ്ധവശാൽ ഞാൻ പറഞ്ഞുപോയി, ഞാൻ അറിയാതെ പറഞ്ഞുപോയി ദൂതന്റെ മുമ്പിൽ പറയരുത്. നിന്റെ വാക്കുകൊണ്ട് ദൈവം കോപിക്കുന്നു. നീ സ്വപ്ന ബഹുത്വത്തിലും വാക്കുപെരുപ്പത്തിലും വ്യർത്ഥതയുണ്ട് എന്ന് നീയോ ദൈവത്തെ ഭയപ്പെടണമെന്ന് പറയുന്നത്. അപ്പൊ നീ സ്വപ്നം കണ്ടു, നിന്റെ വാക്ക് പെരുപ്പത്തിൽ ഇനി ആരൊക്കെ വേദനിപ്പിക്കണം, ആരൊക്കെ കോപം നിറഞ്ഞ വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കണം, ഇത് നിന്റെ അകത്ത് വ്യക്തമായ വാക്ക് പെരുപ്പം കൊണ്ട് പറഞ്ഞു. അപ്പൊ പറയാ കർത്താവ് സഭാപ്രസംഗി പറയുന്നത്, നീയോ ദൈവത്തെ നീ ഭയപ്പെടണം. നീ പറയുന്ന വാക്ക് പലരുടെയും മുറിവേൽപ്പിക്കുന്നു. നീ ദൈവത്തെ നീ ഭയപ്പെടണം എന്നാണ് പറയുന്നത്. ഇതിനെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം പഠിക്കുമ്പോൾ, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവർത്തികൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. സ്തോത്രം. ഇവിടെ എന്താണ് പറയുന്നത്? പാപം ചെയ്യുന്നവനല്ല, പിശാചിന്റെ മകനാന്ന് പറയുന്നത്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. അപ്പോൾ പാപം ചെയ്യുന്നു. പിശാചിന്റെ പ്രവർത്തികൾ അഴിപ്പാനാണ് അത്യുന്നതനായ ദൈവം ഭൂമിയിലേക്ക് വന്നത്. അപ്പോ ഒരുവൻ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവൻ പാപിയ, സകലതും പാപത്തിൽ നിന്ന് കയറി വരുന്നത് അവനെ നല്ല മരമായി ഫലം കായ്ക്കുന്ന വൃക്ഷമായി അത്യുന്നതനായ ദൈവത്തിന് ഇഷ്ടമാകുന്ന വിധത്തിൽ സഭയുടെ അകത്ത് നിർത്തി. ഇതെന്തിനാണ്? അത്യുന്നതനായ ദൈവം സകല ജനത്തിന്റെ പാപത്തെ മോചിപ്പിക്കാൻ ഭൂമിയിൽ എന്റെയും നിങ്ങളെയും പാപത്തിന് കാൽവരി ക്രൂശിൽ യാഗമായി സ്നേഹത്തെ പകർന്നു. എന്താണ് സ്നേഹം? നിങ്ങൾ സഹോദരനെ പരസ്പരം സ്നേഹിക്കണം, സഹോദരനെ ബഹുമാനിക്കണം, സഹോദരനെ പകയ്ക്കരുത്. ഈ പകയ്ക്കുമ്പോൾ പാപം നിന്റെ നാവിൽ നിന്ന് വരികയും നീ വമ്പ് നിന്റെ നാവ് കൊണ്ട് സംസാരിക്കുകയും ചെയ്യും. ഇതാണ് വചനം പറയുന്നത്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാ. ഹോഷ്ക്ക് പറയുന്നവൻ പിശാചിന്റെ മകനാ. ഇത് വ്യക്തമായിട്ട് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുകയാണ്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. ആ പാപം ചെയ്യുന്നവനാണ് അവൻ പിശാചിന്റെ മകനാണെന്ന് പറയുന്നത്. സഹോദരൻ ഹല്ലേലൂയ. ഇനി 15-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും അകത്ത് നിത്യജീവനും അവന്റെ അകത്തില്ല. അപ്പൊ വമ്പ് പറഞ്ഞ് സഭയുടെ അകത്തും സഭയുടെ പുറത്തു പോയിട്ടും ഒരുവൻ പാപം ചെയ്യുന്നുവെങ്കിൽ, സഹോദരനെ പകയ്ക്കുന്നുവെങ്കിൽ അവൻ കൊലപാതകനാണ്. അവന്റെ അകത്തു നിന്നും എന്ത് മാറിപ്പോയി? നിത്യജീവൻ മാറിപ്പോയി. ഇപ്പൊ സഭയുടെ അംഗമല്ല, യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് പറയാൻ എങ്ങനെ സാധിക്കും? കാരണം പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണെന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നു. സഹോദരനെ പകയ്ക്കുക എന്ന് വെച്ചാൽ ആത്മീയ സഹോദരങ്ങളെ പകയ്ക്കുമ്പോൾ, ആത്മീയ സഹോദരങ്ങൾ എന്ന് വെച്ചാൽ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ പാർട്സുകളാണ് ആത്മീയ സഹോദരൻ. അപ്പൊ ഒരു സഹോദരനെ മറ്റൊരു സഹോദരൻ പകയ്ക്കുമ്പോൾ അവൻ കൊലപാതകനാണ് എന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ തിരുവചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുവചനം പറയുക, ഇങ്ങനെയുള്ള സഹോദരന്മാരെ പറ്റി അവൻ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട്, സഭയുടെ അകത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു ആത്മീയ പൈതലാണ്, എന്നാൽ സഹോദരങ്ങളെ പകയ്ക്കുകയും ചെയ്യുന്നവരെ പറ്റി വിശുദ്ധ യാക്കോബ് ശ്ലീഹ അതിന്റെ 1-ാമത്തെ അധ്യായം 26-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്നു നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം എത്രേ എന്നാണ് പറയുന്നത്. എത്രേ? പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അത് ഭക്തിയാണ്. എന്താണ്? നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഞാൻ ഭക്തനാണ് എന്ന് പറഞ്ഞാൽ അവൻ ഭക്തനല്ല, അവന്റെ ഭക്തി വ്യർത്ഥമാണ് എന്നാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ
നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ ആത്മീയ തലത്തിൽ നിന്നും അല്ലെങ്കിൽ ആത്മീയ സഹോദരങ്ങളെ പകയ്ക്കുന്നവൻ കുലപാതകനാണ്. അവന്റെ അകത്തൊരിക്കലും ആത്മീയ തലത്തിലുള്ള ഒരു രീതിയിലുമുള്ള ആ ആത്മാവ് ഇല്ല. ജീവൻ നഷ്ടപ്പെട്ടു. സഭയിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് നാവിൽ നിന്നും കടിഞ്ഞാണില്ലാത്ത വമ്പ് പറയുന്നത്. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുവചനം അതിന്റെ 3-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, അങ്ങനെ തന്നെ നാവും ഒരു ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. ഇതാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അങ്ങനെ തന്നെ നാവും ഒരു അവയവം വളരെ വമ്പ് പറയുന്ന കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. ഇതാണ് പറയുന്നത്. നാവ് ഒരു ചെറിയ അവയവമാണ്, എന്നാൽ അത് എത്രയോ വലിയ തീ കത്തിക്കുന്ന ഒരു നാവിന് വമ്പ് പറയുന്ന നാവാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കലഹത്തിന്റെയും എല്ലാ യുദ്ധത്തിന്റെയും എല്ലാ പ്രതികൂലത്തിന്റെയും എല്ലാ സഭയുടെ അകത്ത് വെന്തു നീറുന്ന അനേക സഹോദരങ്ങളെ പീഡിപ്പിക്കുകയും ഈ നാവ് വമ്പ് പറഞ്ഞത് മൂലം അനേകരുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കപ്പെടുന്നത് എപ്പോഴാണ്? സഭയിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ്. എപ്പോഴാണ് സഭയിൽ നിന്ന് പുറത്തു പോകുന്നത്? ഏത് ആത്മാവാണ് വരുന്നത്? ലോക ആത്മാവ് വന്നു കഴിഞ്ഞാൽ, പിശാചിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ സഭയിൽ നിന്ന് പുറത്തു പോവുകയും അപ്പോൾ സഭ സ്വന്തം സഹോദരങ്ങളെ എങ്ങനെ തകർക്കാമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. അത് യാക്കോബ് ശ്ലീഹായുടെ തിരുവചനം അതിന്റെ 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്നും മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? ഇതാണ് യാക്കോബ് ശ്ലീഹാ ചോദിക്കുന്നത്. സഹോദരന്മാരെ, ഒരു വായിൽ നിന്ന് ശാപവും ഒരു വായിൽ നിന്ന് സ്തോത്രവും ശാപവും പുറപ്പെടുമോ? ഒരേ നാവിൽ നിന്ന് മറ്റുള്ളവരെ ധ്യാനിപ്പിക്കാം, ഒരേ നാവിൽ നിന്ന് മറ്റുള്ളവർക്ക് വചനം കൊടുക്കാം, ഒരേ നാവിൽ നിന്ന് രോഗശാന്തി ശുശ്രൂഷ ചെയ്യാം, ഒരേ നാവിൽ നിന്ന് ധ്യാനങ്ങൾ നടത്തി വചനത്തെ പ്രഘോഷിക്കാം. അതേ നാവ് കൊണ്ട് തൻ്റെ സഹോദരങ്ങളെ പകയ്ക്കുവാൻ ആജ്ഞാപിക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ആത്മാവ് എവിടെ നിന്ന് വന്ന ആത്മാവാണ്? ഇത് അത്യുന്നതനായ ദൈവം കൊടുത്ത ആത്മാവാണോ, അതോ ലോകത്തിന്റെ ആത്മാവാണോ, അതോ പിശാച കൊടുത്ത പൈശാചിക ആത്മാവാണോ എന്നാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുവചനം അതിന്റെ 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചവും അത്രേ. ഇതാണ് പറയുന്നത്. എന്താണ്? എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി നിങ്ങൾ പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും വരുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ സത്യത്തിന് എതിരായി നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ പയക്കരുത്. സത്യത്തിന് നാവ് കൊണ്ട് ഭോഷ്ക് പറഞ്ഞ് യഥാർത്ഥമായി മറ്റുള്ളവരെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഹൃദയത്തെ കീറി മുറിച്ച് ഹൃദയത്തെ കാഠിന്യമായി വേദനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത്. ഇതിങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഈ ആത്മാവ് എവിടെ നിന്നാണ്? ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമൊന്നുമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചവും അത്രേ. ഈർഷ്യവും ശാഠ്യവും ഉള്ളിടത്ത കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഏതാണ്? ഒന്നാമത് നിർമ്മലം, പിന്നെ സമാധാനം, പിന്നെ ശാന്തത, പിന്നെ അനുസരണമുള്ളത്, പിന്നെ കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. ഇതാണ് ആത്മാവ് വരുന്നത്. സമാധാനത്തിന്റെ ആത്മാവ് വരും, ശാന്തതയുടെ ആത്മാവ് വരും, നിർമ്മലയുടെ ആത്മാവ് വരും, ജ്ഞാനം വരും. ഇതാണ് ഉയരത്തിൽ നിന്ന് വരുന്ന ആത്മാവ്. സഹോദരന്മാരെ പായിക്കുന്നതോ അത് പിശാചിൽ നിന്നുള്ള ആത്മാവാണെന്ന് വ്യക്തമായി ഇവിടെ വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മളിന്ന് ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ ആ വചനത്തെ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. അല്ലാതെ മറ്റുള്ളവരെ മമ്പ് പറയുന്ന നാവായി, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന നാവായി ഇന്ന് അനേക സഭകളിൽ പിന്തുടർന്നു. അനേക സഭകൾ കലക്കങ്ങള് ബഹളങ്ങള് തുടർന്ന് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാത്തിൻ്റെയും പിറകിൽ, എല്ലാ കലഹത്തിൻ്റെയും പിറകിൽ, എല്ലാ വേദനകളുടെയും പിറകിൽ, എല്ലാ പ്രതികൂലത്തിൻ്റെയും പിറകിൽ ഒരു വമ്പ് പറഞ്ഞ ഒരു ചെറിയ നാവ് ഉയർന്നു വന്നപ്പോൾ അതിനെ അനുകൂലിച്ച് അനേക നാവുകൾ വന്നപ്പോൾ എന്തായി? സഭയുടെ അകത്ത് അല്ലെങ്കിൽ അനേകരെ വേദനിപ്പിക്കുന്ന നാവായി. ഇതാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. നാവ്
ഒരു ചെറിയ അവയവമാണ്. അത് ഒരു മലയെ, ഒരു ദേശത്തെ, ഒരു രാജ്യത്തെ കത്തിക്കുവാൻ ശക്തിയുള്ളതാണ്. അത് മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അത് നിയന്ത്രിക്കുവാൻ ഒരുവനെ പറ്റത്തുള്ളൂ, അത്യുന്നതനായ ദൈവത്തിന് മാത്രം. സ്തോത്രം. ദൈവം ഈ ക്ലാസ് കേട്ട എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.